ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പൂൾ വില്ലയുടെ എപ്പിസോഡ് കണ്ടവർക്കറിയാം. അതിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഒരു 5-സ്റ്റാർ റിസോർട്ടിൽ നമ്മൾ പൂൾ വില്ല ബുക്ക് ചെയ്തതെന്നും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്ത് പറയാമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും, എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു കുറച്ച് പേർക്കെങ്കിലും ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ബുക്ക് ചെയ്ത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ മറ്റൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അധികം വലിച്ചു കിട്ടാതെ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങളിൽ പലർക്കും നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന അല്ലെങ്കിൽ ട്രാവൽ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും, നമ്മൾ മിക്കവാറും ഇത്തിരി പ്രൈസ്ഡ് ആയിട്ടുള്ള റിസോർട്ടുകളെല്ലാം MakeMyTrip ആപ്പ് വഴിയാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രൊമോഷൻ വീഡിയോ ഒന്നുമില്ല, അവർ നമുക്ക് പൈസയൊന്നും തന്നിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഞാൻ അങ്ങനെ ഒരു ആപ്പ് യൂസ് ചെയ്ത് ബുക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്കതുകൊണ്ട് അതിൽ കോൺഫിഡൻസ് കൂടുതലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയൊരു വിഷയം ഷെയർ ചെയ്യുന്നത്. മറ്റ് ആപ്പുകൾ ഞാൻ ഗോയിബിബോയും കൂടെ നോക്കിയായിരുന്നു, അതിലും ഇങ്ങനെയൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് MakeMyTripൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനി വേറെ ഏതെങ്കിലും ബുക്കിംഗ് ആപ്സിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് താഴെ നിങ്ങൾ ഒരു ഇൻഫർമേഷനായിട്ട് താഴെ കമൻസിൽ ഒന്ന് ഷെയർ ചെയ്താൽ അത് എനിക്കും കൂടെ വലിയൊരു ഉപകാരമായിരിക്കും. അപ്പം MakeMyTrip ആപ്പിൽ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്ക് കുഴപ്പമില്ല. അക്കൗണ്ട് ഇല്ലാത്തവർ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും ഒക്കെ കൊടുത്ത് അതിൽ രജിസ്റ്റർ ചെയ്യണം. എന്നിട്ടേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ MakeMyTrip ആപ്പ് ഓപ്പൺ ആക്കുക. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹോട്ടൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടലാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ സാധാരണ ഹോട്ടൽസിൽ പോകുന്നത് ഒരുവിധം ഒന്നെങ്കിൽ നമുക്ക് നേരിട്ട് വിളിക്കാം, അപ്പോൾ കൂടുതൽ ബാർഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുറേ കാലമായിട്ട് നമ്മളിങ്ങനെ ഒരു പൂൾ വില്ലയിൽ പോകണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. പക്ഷേ അത്യാവശ്യം നല്ല റേറ്റാണ് പൂൾ വില്ലയിൽ ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്താ പറയുക, പലരും EMI ഓപ്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു EMI ഓപ്ഷൻ നമുക്ക് MakeMyTrip ആപ്പിലൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ MakeMyTrip ആപ്പ് ഇങ്ങനത്തെ വലിയ വലിയ റിസോർട്ടുകളിൽ റൂംസ് ബുക്ക് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് വിളിച്ച് ബുക്ക് ചെയ്യാണെങ്കിൽ പോലും അവർ കുറച്ച് ഡിസ്കൗണ്ടൊക്കെ തരും. എന്നാൽ പോലും അതൊരു വലിയ അഫോർഡബിൾ എമൗണ്ട് ആയിട്ട് എനിക്ക് തോന്നാറില്ല. നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക, നമ്മൾ മിഡിൽ ക്ലാസ് പീപ്പിൾ ആണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ MakeMyTrip ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പം അതിനകത്ത് ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവർ ജസ്റ്റ് ഒന്ന് മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് സ്ക്രീനിൽ കാണുന്ന ആ ഹോട്ടൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്ലാങ്ക് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ ഒക്കെ കൊടുത്ത് സെർച്ച് ചെയ്ത് ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക, നമ്പർ ഓഫ് പീപ്പിൾ കൊടുക്കുക. സെർച്ച് ഹോട്ടൽസ് കൊടുക്കുമ്പോൾ ഹോട്ടൽസിൻ്റെ ലിസ്റ്റ് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ എസ്റ്ററി സരോവർ പോർട്ടിക്കോയിലാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റേ ചെയ്തത്. അപ്പോൾ അത് തന്നെ ഞാൻ സെലക്ട് ചെയ്യണം, കാരണം അത് ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു റിസോർട്ട് ആയതുകൊണ്ട് 5-സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് റൂം സെലക്ഷൻ കൊടുക്കുക. അതിനുശേഷം നമുക്ക് നേരെ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു റൂം, പൂൾ വില്ല ഓൾറെഡി സോൾഡ് ഔട്ടായി, അതാണ് അത് ലിസ്റ്റിൽ കാണിക്കാത്തത് ആ ഡേറ്റിന്. അപ്പോൾ നമുക്ക് ഈ ഒരു റൂം വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഇത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് നോക്കി കാണാം 8,000 സംതിങ് ആയി. അപ്പോൾ അത് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് എന്താ പറയുക, മൈസെൽഫ് കൊടുക്കുമ്പോൾ ഓൾറെഡി ഞാൻ രജിസ്റ്റർ ചെയ്തുകൊണ്ട് എൻ്റെ പേരും ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറൊക്കെ വരും. അവിടെ നിന്ന് കണ്ടിന്യൂ കൊടുക്കുക. നമ്മൾ പേയ്മെൻറ്റ് ഓപ്ഷനിൽ വരുമ്പോഴാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു ശ്രദ്ധിക്കേണ്ട വിഷയം എത്തുന്നത്. EMI ഓപ്ഷൻ കണ്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് സെലക്ട് ചെയ്ത് നമുക്ക് നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ബജാജിൻ്റെ EMI കാർഡുള്ളവർക്ക്, ബജാജ് ഫിൻസേറിൻ്റെ കാർഡുള്ളവർക്ക് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിതാണ് യൂസ് ചെയ്യാറ്. അപ്പം ഇങ്ങനെ 2 ഓപ്ഷൻസ് വരും, 3 മന്ത്സ് അല്ലെങ്കിൽ 6 മന്ത്സ്. ഇങ്ങനെ 2 ഓപ്ഷൻസിൽ നമുക്ക് EMI പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. കണ്ടോ, എമൗണ്ടിൻ്റെ സ്പ്ലിറ്റ് നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ 3 മന്ത്സ് ആണെങ്കിൽ 3 മന്ത്സ് ആകുമ്പോൾ പെട്ടെന്ന് തീരുമല്ലോ. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിൽ നമുക്ക് കാർഡ് നമ്പറും കാർഡ് ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പേയ്മെൻറ്റ് അപ്പോൾ തന്നെ നമ്മുടെ ബജാജ് EMI കാർഡിൽ നിന്ന് പോകും. പിന്നെ നമുക്ക് അടുത്ത മാസം തൊട്ട് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ഇൻസ്റ്റാൾമെൻറ്റ് ഓപ്ഷൻസ് ആയിട്ട് നമ്മൾ പേ ചെയ്ത് തീർത്താൽ മതി. അതല്ലേ, ഈ ഒരു ഓപ്ഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മിക്കവാറും ഇതേപോലെ വല്ലപ്പോഴും അല്പം എക്സ്പെൻസീവ് ആയിട്ടുള്ള 5-സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ റിസോർട്ടുകളിലൊക്കെ പോകാനായിട്ട് ഇങ്ങനത്തെ ഒരു ഓപ്ഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം പെട്ടെന്ന് നമ്മുടെ കയ്യിൽ അത്രയും ഒരു എമൗണ്ട് ചിലവാക്കാനുള്ള ഒരു മടി കൊണ്ടും അത്രയും എമൗണ്ട് കാണത്തില്ല, അതാണ് സത്യം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്.
അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഓപ്ഷൻ വേറെ മറ്റ് ആപ്പുകളിലൊക്കെ ഉണ്ട്, അങ്ങനെ ഉണ്ടെന്ന് പലർക്കും തോന്നുകയാണെങ്കിൽ ദയവായി താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കും കൂടെ അതൊരു യൂസ്ഫുൾ ആവും. കാരണം നമുക്ക് 2 ആപ്പുകളും വെച്ച് ഒന്ന് കമ്പയർ ചെയ്തൊക്കെ നോക്കാമല്ലോ. അപ്പോൾ ഏതാണ് കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് തോന്നുന്നതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും തുടരുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Until then, it's me, Jeevan, signing off. Bye bye.